കൊച്ചി കാക്കനാട് സഖി കരുതൽ കേന്ദ്രത്തിൽ നിന്ന് ചാടിപ്പോയ നൈജീരിയൻ യുവതികൾക്കായി തെരച്ചിൽ ഊർജിതമാക്കി. തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചാണ് പരിശോധന. ഇന്നലെ സുരക്ഷാ ജീവനക്കാരെ ആക്രമിച്ചാണ് ഇരുവരും രക്ഷപ്പെട്ടത്. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, പറയൂ, ഇവർ എങ്ങോട്ട് പോയി എന്നുള്ളതിൽ എന്തെങ്കിലും സൂചനയുണ്ടോ? സ്മിത, പ്രദേശത്തെ CCTVകൾ കേന്ദ്രീകരിച്ച് നിലവിൽ തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെയാണ് സംഭവം. സഖി കരുതൽ കേന്ദ്രത്തിലെ സുരക്ഷാ ജീവനക്കാരെ ഇരുവരും ചേർന്ന് ആക്രമിച്ചാണ് അവരവിടെ നിന്ന് കടന്നു കളഞ്ഞത്. കഴിഞ്ഞ മാർച്ചിലാണ് ഇവരെ സഖി കരുതൽ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നത്. അതായത് ഈ സംസ്ഥാനത്ത് അനധികൃതമായി താമസിക്കുന്നു, രേഖകളൊന്നുമില്ലാതെ താമസിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് അങ്ങോട്ടേക്ക് മാറ്റിയത്. ഇവർ കുറച്ച് നാളുകളെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും നിലവിൽ CCTVകൾ, ഈ സഖി കേന്ദ്രത്തിലെ CCTVയും അതോടൊപ്പം തന്നെ അതിന്റെ പരിസര പ്രദേശത്തെ CCTVകൾ പരിശോധിക്കുന്നുണ്ട്. പാസ്പോർട്ട് പക്കലില്ലാത്ത പശ്ചാത്തലത്തിൽ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ പ്രാദേശികമായി മറ്റു ബന്ധങ്ങളുണ്ടെങ്കിൽ അവരെ കണ്ടെത്താനുള്ള ശ്രമവും പോലീസിന്റെ ഭാഗത്തുണ്ട്. അവരെ ഏതെങ്കിലും തരത്തിൽ ഇവർ ഫോൺ വിളിക്കുകയോ മറ്റു രീതിയിലൂടെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടോ, അവരുടെ അടുത്തേക്കാണോ പോയത് തുടങ്ങിയ സംശയങ്ങളൊക്കെ പോലീസിനുണ്ട്. എന്തായാലും ഇന്ന് തന്നെ ഇവരെ കണ്ടെത്താനാകും എന്ന ശുഭാപ്തി വിശ്വാസമാണ് തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലുള്ള സംഘം പങ്കുവെക്കുന്നത്. സ്മിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.